നമസ്കാരം. സ്മൃതി സ്റ്റഡി സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് കാവ്യ. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദി പാഠഭാഗമാണ്. അതായത് 1ാമത്തെ പാഠഭാഗമായ ഗുൽമോഹർ കാ ജന്മദിനാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ഗുൽമോഹർ കാ ജന്മദിൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഹിന്ദിയിലെ പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ശ്രീമാൻ സന്തോഷ് സാഹ്നിയാണ്. ഈ കഥയിൽ അദ്ദേഹം മീന എന്ന് പറയുന്നൊരു പെൺകുട്ടിയും അവൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഗുൽമോഹർ മരത്തെയും കുറിച്ചാണ് പറയുന്നത്. അവൾ തൻ്റെ ഗുൽമോഹർ മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് അവൾ തൻ്റെ ആ മരത്തിനെക്കുറിച്ചുള്ള കഥ തൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കം. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഭാഗം ആരംഭിക്കുന്നത് ഒരു കത്തോട് കൂടിയിട്ടാണ്. പത്ര എന്നാണ് ഹിന്ദിയിൽ ലെറ്ററിന് പറയുന്നത്. നമുക്കറിയാം ഒരു ലെറ്ററിന്, ഒരു കത്തിന് എന്തൊക്കെ വേണം? സ്ഥലം വേണം, തീയതി വേണം, അല്ലേ? സ്ഥലവും തീയതിയും വേണം. അതായത് സ്ഥലത്തിന് നമ്മൾ സ്ഥാൻ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്, തീയതിക്ക് താരിഖ്. അപ്പോൾ സ്ഥാൻ, താരിഖ്. അതിനുശേഷം നമ്മൾ അഭിസംബോധന ചെയ്ത് പറയും, അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട അച്ഛന്, അമ്മയ്ക്ക് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അത് നമ്മൾ എഴുതുന്നത് പ്രിയ മിത്ര, അതായത് പ്രിയപ്പെട്ട സുഹൃത്തിന് എന്നാണ് തുടങ്ങുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലെറ്ററിലേക്ക് പോകാം. കശ്യപ് നിവാസ്, ജുഹു, മുംബൈ, 4 മൈ 2014. അപ്പോൾ നമ്മുടെ പ്ലേസും ഡേറ്റ്, അതായത് സ്ഥാനും താരിഖും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ഥാനം ഏതാണ്? കശ്യപ് നിവാസ്, ജുഹു, മുംബൈ. അതായത് മുംബൈയിലെ ജുഹു എന്ന സ്ഥലത്തുള്ള കശ്യപ് നിവാസ് എന്ന് പറയുന്ന വീടിൻ്റെ അഡ്രസ്സാണ് കൊടുത്തേക്കുന്നത്. അഡ്രസ്സിന് എന്താണ് ഹിന്ദി പറയുന്നത്? പത, അല്ലേ? പത എന്ന് വെച്ചാൽ അഡ്രസ്സാണ്. അതിനുശേഷം സ്ഥലം കൊടുത്തിരിക്കുന്നു, എന്ത്? ജുഹു, മുംബൈ, മുംബൈയിലെ ജുഹു. ഇനി താരിഖ് വേണം, തീയതി, അതായത് ഡേറ്റ് വേണം. 4 മൈ 2014. 4 എന്ന് വെച്ചാൽ എന്താണ്? 4. 4 മൈ, മെയ് 4. 2014. 2014 എന്ന് വെച്ചാൽ 2014. ഹസാർ എന്ന് പറഞ്ഞാൽ 1000. 2000 14 എന്ന് വെച്ചാൽ എന്താണ്? 14. അപ്പോൾ 2014 2014. അതിനുശേഷം ഇനി നമുക്ക് ലെറ്ററിലേക്ക് കടക്കാം. പ്രിയ നിർമ്മൽ, പ്രിയപ്പെട്ട നിർമ്മലിന് നമസ്തേ, നിനക്ക് നമസ്കാരം. परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है. मैं उसकी वर्षगांठ मना रही हूँ, तुम ज़रूर आना. परसों शाम को 4:30 बजे. तुम्हारी मीना. അപ്പോൾ നോക്കിയേ, പർസോ എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ, ഡേ ആഫ്റ്റർ ടുമോറോ, അല്ലേ? പർസോ മറ്റന്നാൾ. മേരെ പ്യാരെ ഗുൽമോഹർ കെ പേട് കാ, മേരെ പ്യാരെ, എൻ്റെ, മേരെ എന്ന് വെച്ചാൽ എൻ്റെ, പ്യാരെ വളരെ പ്രിയപ്പെട്ട, മേരെ പ്യാരെ ഗുൽമോഹർ കെ പേട് കാ, ഗുൽമോഹർ മരത്തിൻ്റെ 5വാം ജന്മദിൻ ഹേ, 5ാം ജന്മദിനമാണ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പർസോ മേരെ പ്യാരെ ഗുൽമോഹർ കെ പേട് കാ 5വാം ജന്മദിൻ ഹേ, മറ്റന്നാൾ എൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ മരത്തിൻ്റെ 5ാം ജന്മവാർഷികമാണ്, അല്ലെങ്കിൽ ജന്മദിനമാണ്. മൈ ഉസ്കി വർഷഗാണ്ഠ് മനാ രഹി ഹൂം. വർഷഗാണ്ഠ് എന്ന് വെച്ചാൽ എന്താണ്? വാർഷികം, ജന്മദിനം. മൈ ഉസ്കി വർഷഗാണ്ഠ് മനാ രഹി ഹൂം. ഞാൻ അതിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മനാ രഹി ഹൂം എന്ന് വെച്ചാൽ ആഘോഷിക്കുക. അപ്പോൾ ഞാൻ അവളുടെ ജന്മദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തും സരൂർ ആന, തും നീ, അല്ലേ? സരൂർ തീർച്ചയായിട്ടും, ആന വരണം. തും സരൂർ ആന, നീ തീർച്ചയായിട്ടും നീ വരണം. പർസോ ഷാം കോ 4:30 ബജെ. പർസോ എന്ന് വെച്ചാൽ എന്താണ്? മറ്റന്നാൾ, അല്ലേ? പർസോ ഷാം കോ 4:30 ബജെ, മറ്റന്നാൾ. ഷാം കോ വൈകുന്നേരത്ത്, എത്ര മണിക്ക്? 4:30 ബജെ, കൃത്യം 4:30 മണിക്കാണ് ഞാൻ ജന്മദിന ആഘോഷങ്ങൾ വച്ചിരിക്കുന്നത്. തുമാരി മീന, നിൻ്റെ പ്രിയപ്പെട്ട മീന. നമ്മുടെ ലെറ്ററിന് ശേഷം ഇനിയൊരു ടെലിഫോൺ സംഭാഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.
നമുക്കിനി അതിലേക്ക് പോകാം. ആദ്യം നിർമ്മലാണ് അങ്ങോട്ട് വിളിച്ചേക്കുന്നത്. അപ്പം ഹലോ. അപ്പോൾ അവിടുന്ന് ആര്? നമ്മുടെ മീന തിരിച്ചു പറയുന്നത് ഹലോ നിർമ്മൽ, കൈസി ഹോ, തുമേ മേരി ചിട്ടി മിൽ ഗൈ. ഹലോ നിർമ്മൽ, കൈസി ഹോ, നിനക്ക് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ? തുമേ മേരി ചിട്ടി മിൽ ഗൈ, തുമേ നിനക്ക്, മേരി ചിട്ടി മിൽ ഗൈ നിനക്ക് എൻ്റെ ലെറ്റർ കിട്ടിയിരുന്നോ? അപ്പോൾ നിർമ്മൽ എന്താ പറയുന്നത്? അതെ കിട്ടിയിരുന്നു. ഇസലിയെ തോ ടെലിഫോൺ കർ രഹി ഹും, എനിക്ക് നിൻ്റെ ലെറ്റർ കിട്ടി, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഞാനിപ്പോൾ ഈ ഫോൺ ചെയ്തേക്കുന്നത്. മുझे തുമാരി ചിട്ടി സമജ് മീം ഹീ നഹീം ആയി. മുझे അതായത് എനിക്ക്, തുമാരി ചിട്ടി നിൻ്റെ ഈ ലെറ്റർ എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, സമജ് മീം ഹീ നഹീം ആയി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ നിർമ്മൽ പറയുന്നത്? മീന എഴുതിയ ആ ലെറ്റർ അവനൊട്ടും തന്നെ മനസ്സിലായിട്ടില്ല. കിസ്കാ ജന്മദിൻ ഹേ, അപ്പോൾ അവൻ ചോദിക്കുവാണ് എന്ത്, ആരുടെ ജന്മദിനമാണ്, അല്ലെങ്കിൽ നീ ആരുടെ ജന്മദിനത്തെക്കുറിച്ചാണ് എനിക്ക് ലെറ്റർ എഴുതിയേക്കുന്നത്? അരേ ലിഖാ തോധ ചിട്ടിമേ, അരേ എടാ ലിഖാ തോധ ചിട്ടിമേ, ലെറ്ററിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ഹമാരി ഗുൽമോഹർ കെ പേട് കാ, ഞങ്ങളുടെ ഗുൽമോഹർ മരത്തിൻ്റെ ജന്മദിനമാണെന്ന് ഞാൻ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഗുൽമോഹർ കെ പേട് കാ, നമ്മുടെ നിർമ്മലിന് എന്തായി, ആശ്ചര്യമായി. അപ്പോൾ അവൻ ചോദിക്കും എന്ത്, ഗുൽമോഹർ കെ പേട് കാ, ഗുൽമോഹർ മരത്തിൻ്റെയോ? അരേ കോയി പേട് കാഫി ജന്മദിൻ മനാത്താ ഹേ, ആരെങ്കിലും ഒരു മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ടോ? നോക്കിയേ, അരേ കോയി പേട് കാഫി ജന്മദിൻ മനാത്താ ഹേ, ഒരു മരത്തിൻ്റെ ജന്മദിനം ആരെങ്കിലും ആഘോഷിക്കാറുണ്ടോ? തും മേരെ സാത്ത് മസാക് തോ നഹീം കർ രഹി ഹേ, അപ്പം എന്താ പറയുന്നത്, തും മേരി സാത്ത് നീ എന്നോട്, അല്ലേ, മസാക് തോ നഹീം കർ രഹി നീ എന്നെ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്. സച്ച് ബതാവോ മീന, മീന സത്യം പറയേ, നീ എന്നെ കളിയാക്കുകയാണോ? സച്ച്, അപ്പം മീന പറയാണ് എന്ത്, സച്ച് സത്യമാണ്. മേ മസാക് നഹീം കർ രഹി ഹെ, ഞാൻ എന്ത് ചെയ്യുമല്ല, നിന്നെ കളിയാക്കിയതല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. പർ പേട് കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ, അപ്പോൾ നിർമ്മൽ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് എന്ത്, പർ പേട് കാ ജന്മദിൻ എന്നാൽ, പേട് കാ ജന്മദിൻ പറഞ്ഞു വെച്ചാൽ എന്നാൽ, പേട് കാ ജന്മദിൻ മരത്തിൻ്റെ ജന്മദിനം, ക്യോ മനാ രഹി ഹോ എന്തിനാണ് ആഘോഷിക്കുന്നത്? അപ്പം നിർമ്മൽ എന്താണ് ചോദിക്കുന്നത്, ഒരു മരത്തിൻ്റെ ജന്മദിനം എന്തിനാണ് ആഘോഷിക്കുന്നത്? ഇസ്കി ഏക് കഹാനി ഹെ, അപ്പം മീന എന്താണ് പറയുന്നത്, ഇസ്കി ഏക് കഹാനി ഹെ, അതിലൊരു കഥയുണ്ട്. ബസ്, ഇപ്പോൾ ഇത് മതി. തും സരൂർ ആന, നീ എന്ത് ചെയ്യണം, സരൂർ, സരൂർ എന്ന് വെച്ചാൽ തീർച്ചയായും, തു സരൂർ ആന നീ തീർച്ചയായിട്ടും വരണം. ഇപ്പോൾ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, പിന്നെന്താണ് പറഞ്ഞത്, നീ തീർച്ചയായിട്ടും വരണം. മേ തുമേ സാരി കഹാനി ബതാ ദൂംഗി, ഞാൻ എന്ത് ചെയ്യാം നിനക്ക്, സാരി കഹാനി, സാരി എന്ന് വെച്ചാൽ മുഴുവൻ, അല്ലേ, ഞാൻ നിനക്ക് മുഴുവൻ കഥകളും പറഞ്ഞു തരാം. അച്ഛ സരൂർ ആവുങ്കി, അപ്പം നമ്മുടെ നിർമ്മൽ എന്താണ് പറയുന്നത്, അച്ഛ ശരി, സരൂർ ആവുങ്കി ഞാൻ തീർച്ചയായിട്ടും വരും. ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഗുൽമോഹർ കാ ജന്മദിൻ എഴുതിയത് ആരാണ്, സന്തോഷ് സാഹിനി. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് നമ്മുടെ കഥ തുടങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഒരു ലെറ്ററും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിർമ്മലും മീനയും തമ്മിൽ നടന്ന ഒരു കോൺവെർസേഷനുമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗുൽമോഹറിൻ്റെ കഥ എന്താണെന്ന് അറിയാം. ചഹ് മെയ്ക്കി ഷാം, ചഹ് മൈക്കി ഷാം, അല്ലേ, ചഹ്, ചഹ് എന്ന് വെച്ചാൽ എത്രയാണ്, 6, അല്ലേ, മൈക്കി ഷാം, മൈ എന്ന് വെച്ചാൽ മെയ് മാസം. അപ്പം ദിവസം ഏതാണ്, നമ്മുടെ ഗുൽമോഹറിൻ്റെ ജന്മദിനത്തിനുള്ള ദിവസം എത്തിയിരിക്കുന്നു, ഇന്ന് മെയ് 6, അല്ലേ. ചഹ് മെയ്ക്കി ഷാം, നമ്മുടെ മെയ് 6-ാം തീയതി വൈകുന്നേരം, ഷാം എന്ന് വെച്ചാൽ വൈകുന്നേരം. मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. അപ്പോൾ മീന കെ ഘർ കെ ബഗീച്ചെ മേ, മീനയുടെ എന്ത്
വീട്ടിലെ ബഗീച്ച എന്ന് വെച്ചാൽ പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ ഗുൽമോഹർ കെ പേട് കെ നീച്ചെ, ഗുൽമോഹർ മരത്തിൻ്റെ കെ പേട് കെ നീച്ചെ അല്ലേ, നീച്ചെ താഴെ, ഗുൽമോഹർ മരത്തിൻ്റെ താഴെ ഏക്ക് ദരി ബിച്ചി ഹെ അല്ലേ, ഏക്ക് ദരി, ദരി എന്ന് വെച്ചാൽ എന്താണ്, ഒരു വിരിപ്പ് അല്ലേ, നമ്മുടെ കമ്പിളിയൊക്കെ ഇല്ലേ അതുപോലുള്ളൊരു വിരിപ്പ്. അതെന്ത് ചെയ്തിരിക്കുന്നു, ബിച്ചി ഹെ, അത് വിരിച്ചിട്ടിരിക്കുന്നു. എവിടെ, ഗുൽമോഹർ മരത്തിൻ്റെ താഴെ ഒരു കമ്പിളി പോലുള്ളൊരു പുതപ്പ് വിരിച്ചിട്ടിരിക്കുന്നു. ദരി പർ സഫേദ് ചാദർ ഹെ, ആ ദരിയുടെ പുറത്ത്, ആ കമ്പിളിയുടെ പുറത്ത് എന്ത് വിരിച്ചേക്കുന്നു, ഒരു സഫേദ് ചാദർ. സഫേദ് എന്ന് വെച്ചാൽ ഏത് നിറമാണ്, വെള്ള അല്ലേ, ഒരു വെള്ള നിറത്തിലുള്ള എന്ത്, ഒരു പുതപ്പ് ആ കമ്പിളിയുടെ പുറത്ത് വിരിച്ചിരിക്കുന്നു. ചാദർ എന്ന് വെച്ചാൽ പുതപ്പ്. ഏക് ഔർ ഖാനെ പീനെ കി ചീസോ രഖി ഹെ, അപ്പോൾ എന്ത്, ആ പുതപ്പിൻ്റെയൊക്കെ പുറത്തായിട്ട് ഏക് ഔർ ഖാനെ പീനെ കി ചീസേ രഖി ഹെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത്, കുറച്ച് കഴിക്കാനും കുടിക്കാനും ഒക്കെയുള്ള കുറച്ച് സാധനങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ബാനു और शीला बातें करती चली आ रही है. सबके हाथों में उपहार है. അപ്പോൾ നോക്കിയേ, ഇന്ന് നമ്മുടെ ആരുടെ, മീനയുടെ സുഹൃത്തുക്കൾ വരികയാണ്. അവരാരൊക്കെയാണെന്ന് നോക്കിയേ, നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ബാനു और ഷീല. അവരെല്ലാവരും എങ്ങോട്ട് വരുന്നു, മീനയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കടന്നു വരികയാണ്. സബ്കെ ഹാത്തോമേ ഉപഹാർ ഹെ, എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്, ഉപഹാർ, എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ ഗുൽമോഹർ മരത്തിനുള്ള ഉപഹാരങ്ങളുണ്ട്. മീന ദിഖാവോ തോ വഹ് ഗുൽമോഹർ കഹാ ഹെ, നിർമ്മൽ ബോലി. അപ്പോൾ നമ്മുടെ നിർമ്മൽ വന്ന ഉടനെ തന്നെ എന്താണ് ചോദിക്കുന്നത്, മീന ദിഖാവോ തോ, മീന കാണിച്ചു തരൂ, വഹ് ഗുൽമോഹർ കഹാ ഹെ, ആ മരം അല്ലേ, ഗുൽമോഹർ മരം എവിടെയാണ്, നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരൂ. ആവോ ആവോ യഹ് ദേഖോ അല്ലേ, ആവോ ആവോ യഹ് ദേഖോ, വരൂ വരൂ ഇത് നോക്കൂ. ആവോ ആവോ യഹ് ദേഖോ, വരൂ വരൂ ഇത് നോക്കിയാലും. ആരാണ്, നമ്മുടെ മീന പറയുകയാണ്. മീനാനെ ബഗീച്ചേ മേ ഉനെ ഗുൽമോഹർ കാ വൃക്ഷ് ദിഖായ അല്ലേ, മീന എന്താണ് അവരുടെ അടുത്ത് പറഞ്ഞു, വാ വാ ഇങ്ങോട്ട് വാ. എന്നിട്ട് എന്ത് ചെയ്തു, പൂന്തോട്ടത്തിലുള്ള ഗുൽമോഹർ കാ വൃക്ഷ് ദിഖായ അല്ലേ, ഗുൽമോഹർ മരത്തെ കാണിച്ചു കൊടുത്തു. കോമൽ കോമൽ പത്തിയോ വാലി ഏക്ക് സുന്ദർ വൃക്ഷ്. നോക്കിയേ, ഗുൽമോഹർ മരത്തിനെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇനി നമ്മുടെ ഗുൽമോഹർ മരത്തിനെ കുറിച്ചാണ് പറയുന്നത്. കോമൽ കോമൽ പത്തിയോ വാല ഏക്ക് സുന്ദർ വൃക്ഷ് അല്ലേ, വളരെ കോമളമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇലകളോട് കൂടിയ ഒരു സുന്ദരമായിട്ടുള്ള വൃക്ഷം. സുന്ദർ എന്ന് വെച്ചാൽ അറിയാലോ, സുന്ദരമായ, പത്തിയും ഇലകൾ, പത്തിയും വാല എന്ന് വെച്ചാൽ ഇലകളോട് കൂടിയ. पत्तियों के बीच में से लाल और केसरिया रंग के सुंदर फूल चांग रहे थे, मानो मीना की सहेलियों को देखकर धीमे धीमे मुस्करा रहे हो. അപ്പോൾ നോക്കിയേ, പത്തിയോം കെ ബീച്ച് മീം സെ, അതായത് ഇലകളുടെ ഇടയ്ക്ക് നിന്ന്, ലാൽ और കേസരിയ രംഗ് കെ സുന്ദർ ഫൂല് ചാങ്ക് രഹേ തെ, അപ്പോൾ ആ പച്ച മൃദുലമായ പച്ച ഇലകൾക്കിടയിൽ നിന്ന് എന്ത്, ലാൽ और കേസരിയ രംഗ് കെ സുന്ദർ ഫൂൽ, ചുമപ്പും അതുപോലെ തന്നെ എന്ത്, കേസരിയ, കേസരിയ എന്ന് വെച്ചാൽ ഏത് കളറാണ്, ചെങ്കല്ല് കളർ അല്ലേ, ആ ചുമപ്പും അതുപോലെ തന്നെ ആ ചെങ്കൽ സാഫ്രോൺ അല്ലേ, ചെങ്കല്ല് കളറോട് കൂടിയ പുഷ്പങ്ങൾ എന്ത് ചെയ്യുന്നു, ചാങ്ക് രഹേഥെ, ഇങ്ങനെ എത്തി നോക്കുന്നു അല്ലേ. അപ്പോൾ ആ പൂക്കൾ എന്ത് ചെയ്തേക്കുക, അപ്പോൾ ആ പൂക്കൾ എന്ത് ചെയ്തേക്കുക, പച്ച ഇലകൾക്കിടയിൽ ഇങ്ങനെ മറഞ്ഞ്. ജന്മദിൻ കി ബാതായി ഹോ ഗുൽമോഹർ, നിർമ്മലിനെ ഹാസ്കർ കഹ. അപ്പം നമ്മുടെ മീനയുടെ കൂട്ടുകാർ ആരെ കണ്ട്, നമ്മുടെ ഗുൽമോഹർ മരത്തിനെ കണ്ടു. അപ്പം നിർമ്മൽ എന്ത് ചെയ്യാണ്, നമ്മുടെ ഗുൽമോഹർ മരത്തിന് ആശംസകൾ നേരുകയാണ്. ജന്മദിൻ കി ബാതായി ഹോ ഗുൽമോഹർ, ഗുൽമോഹർ നിനക്ക് ജന്മദിന ആശംസകൾ. മീന अब बताओ ഗുൽമോഹർ का जन्मदिन क्यों मना रही हो, നിർമ്മലിനെ പൂച്ച. അപ്പം നിർമ്മലിനെ പൂച്ച അല്ലേ, നിർമ്മൽ ചോദിക്കുകയാണ്, പൂച്ച എന്ന് വെച്ചാൽ ചോദിക്കുക അല്ലേ, നിർമ്മൽ ചോദിക്കുകയാണ് എന്ത്, മീന അബ് ബതാവോ, മീന അബ് ബതാവോ ഇപ്പോൾ നീ പറയൂ, ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ, ഗുൽമോഹർ മരത്തിൻ്റെ ജന്മദിനം
ക്യോം, ക്യോം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അല്ലേ, അല്ലെങ്കിൽ എന്തിന്. മനാരഹി ഹോ, മനാരഹന എന്ന് വെച്ചാൽ ആഘോഷിക്കുക. അപ്പം ഗുൽമോഹർ കാ ജന്മദിൻ ക്യോം മനാരഹി ഹോ. അപ്പോൾ ഗുൽമോഹർ മരത്തിൻ്റെ ജന്മദിനം എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് നീ ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഇനി നമ്മുടെ മീന കഥയിലേക്ക് കടക്കുകയാണ്. എന്താണ് ഗുൽമോഹർ മരത്തിൻ്റെ കഥ, ഈ ജന്മദിനാഘോഷത്തിന് പിന്നിലുള്ള കഥ എന്താണെന്ന് നമ്മുടെ മീന പറയാൻ പോവുകയാണ്. യഹ് ബേച്ചാര പിछले रविवार को ही कटा जाने वाला था, മീന ബോലി. അപ്പോൾ നമ്മുടെ മീന എന്താണ് പറഞ്ഞത്? യഹ് ബേച്ചാര, യഹ് എന്ന് വെച്ചാൽ ഈ അല്ലെങ്കിൽ ഇത്, ഇവൻ ഇവൾ ഇത് ഈ എന്നൊക്കെയാണ് എന്ത് യഹിൻ്റെ മീനിങ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് യഹിൻ്റെ മീനിങ് ഇവിടെ എടുക്കുന്നത്? ഇത് അല്ലെങ്കിൽ ഈ എന്നുള്ള മീനിങ് ആണ്. അപ്പം യഹ് ബേച്ചാര, ഈ പാവം അല്ലേ, ബേച്ചാര എന്ന് വെച്ചാൽ പാവം. പിछले രവിവാർ, പിछले എന്ന് വെച്ചാൽ എന്താണ്? കഴിഞ്ഞ. രവിവാർ, രവിവാർ എന്ന് വെച്ചാൽ ഞായറാഴ്ച. രവിവാർ കോ ഹി കഠ ജാനെ വാലാ ഥ, എന്ത് ചെയ്യേണ്ടതായിരുന്നു? കഠ ജാനെ വാലാ ഥ, കാട്ന എന്ന് വെച്ചാൽ മുറിക്കുക അല്ലേ. കഴിഞ്ഞ ഞായറാഴ്ച തന്നെ എന്ത് ഈ പാവത്തിനെ മുറിച്ച് കളയേണ്ടതായിരുന്നു. മീന ബോലി. അപ്പോൾ നമ്മുടെ മീന പറയാണ് എന്ത്, ഈ കഴിഞ്ഞ ഞായറാഴ്ച ആരെ? നമ്മുടെ ഈ ഗുൽമോഹർ മരത്തിനെ മുറിച്ച് കളയേണ്ടതായിരുന്നു. ക്യോം, എന്തിന്? ക്യോങ്കി ഇസ് പർ ഫൂൽ നഹി ആ രഹേ ഥേ. ക്യോങ്കി, ക്യോങ്കി എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ അല്ലേ. ക്യോങ്കി ഇസ് പർ ഫൂൽ നഹി ആ രഹേ ഥേ, ഇതിലെന്ത് ചെയ്യുന്നില്ലായിരുന്നു? പൂക്കളൊന്നും തന്നെ പിടിക്കുന്നില്ലായിരുന്നു. 4 साल पहले घर तैयार हो जाने के बाद माँ ने बगीचा लगवाया അല്ലേ. 4 साल पहले, ചഹ് എന്ന് വെച്ചാൽ എത്രയാണ്? 6, സാൽ എന്ന് വെച്ചാൽ വർഷം. 4 साल पहले 6 വർഷം മുമ്പ്. ഘർ തയ്യാർ ഹോ ജാനെ കെ ബാദ് അല്ലേ, വീട് എല്ലാം തയ്യാറാക്കി, അതായത് വീടൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം, ബാദ് ശേഷം. മാനെ ബഗീച്ച ലഘുവായ, അമ്മ എന്ത് ചെയ്തു? ഒരു പൂന്തോട്ടം പിടിപ്പിച്ചു അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം തയ്യാറാക്കിയിരുന്നു. ഹരി ഖാസ് ലഘുവായി ഫൂലോം കി ക്യാരിയാം ബൻവായി അല്ലേ. ഹരി ഖാസ്, ഹരി ഖാസ് എന്ന് വെച്ചാൽ എന്താണ്? പച്ച പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ചു. ഫൂലോം കി ക്യാരിയാം ബൻവായി അല്ലേ, പൂക്കൾക്ക് എന്ത് തടങ്ങളൊക്കെ എടുത്തു, ചെടികളൊക്കെ തടമെടുത്ത് ചെടികളൊക്കെ വെച്ചു. ക്യാരിയ എന്ന് വെച്ചാൽ തടങ്ങൾ. അമരൂദ് ആം और ഗുൽമോഹർ കെ ദോ പൗദേ ലഘുവായ അല്ലേ. അമരൂദ്, അമരൂദ് എന്ന് വെച്ചാൽ പേരയ്ക്ക, ആം മാങ്ങ. അമരൂദ് ആം അവർ ഗുൽമോഹർ കെ, അത് കണക്ക് തന്നെ എന്ത് പേരയും മാവും. പിന്നെ എന്ത് ഗുൽമോഹർ കെ ദോ പൗദേ ലഘുവായി, ഗുൽമോഹറിൻ്റെ 2 തൈകളും വെച്ചു. അപ്പം നമ്മുടെ പൂന്തോട്ടത്തിൽ എന്തൊക്കെ വെച്ചായിരുന്നു അമ്മ? പച്ച പുല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ചെടികളൊക്കെ തടമെടുത്ത് വെച്ചു. അതിനുശേഷം ഒരു മാവിൻ്റെ തൈ, പിന്നെ ഒരു പേരയുടെ തൈ, അതിൻ്റെ കൂടെ എന്ത് 2 ഗുൽമോഹറിൻ്റെ തൈച്ചെടികൾ കൂടി അമ്മ അവിടെ വെച്ചു. ഏക് മീം സെ ലാൽ और दूसरे मीम से पीले रंग के फूल നികൽനെ ചാഹിയേ ഥേ. അപ്പോൾ നോക്കിയേ, 2 ഗുൽമോഹർ ചെടി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒന്ന് ഏതാണ്? ഏക് മീം സെ ലാൽ അല്ലേ, ഒന്ന് ചുവപ്പ് നിറവും. और दूसरे मीम से പീലെ രംഗ് കെ ഫൂൽ നികൽനെ ചാഹിയേ ഥേ. അപ്പം ഒന്ന് ചുവന്ന പൂക്കൾ പിടിക്കുന്നതും പിന്നൊന്ന് ഏത് കളറ്? പീലെ, മഞ്ഞ കളറിലെ പൂക്കൾ പിടിക്കുന്നതുമായിട്ടുള്ള 2 ഗുൽമോഹറിൻ്റെ ചെടികളായിരുന്നു അവ. പേട് ലഗനെ कुछ साल बाद एक मीम से पीले रंग के फूल निकल आए, लेकिन इस पेड़ पर 14 साल भी फूल नहीं आए. നോക്കിയേ, പേട് ലഗനേക്ക് കുച്ച് സാൽ ബാദ് അല്ലേ, പേട് ലഗനേക്ക് മരം വെച്ചതിന് കുച്ച് സാൽ ബാദ് കുറച്ച് വർഷം കഴിഞ്ഞ് ഏക് മീം സെ പീലെ രംഗ് കെ ഫൂൽ നികൽ ആയി, ഒന്നിൽ നിന്ന് എന്ത് നിറമുള്ള പൂക്കൾ ഉണ്ടായി? മഞ്ഞ നിറമുള്ള പൂക്കൾ ഉണ്ടായി. ഒരു ഗുൽമോഹറിൽ നിന്ന് മഞ്ഞ നിറമുള്ള പൂക്കൾ ഉണ്ടായി. ലേക്കിൻ ഇസ് പേട് പർ 14 സാൽ ഫി ഫൂൽ നഹി ആയി, എന്നാൽ ഇതിലോ ഒരു പൂ പോലും ഉണ്ടായില്ല. എത്ര വർഷമായിട്ടും? 4 വർഷമായിട്ടും അല്ലേ, 4 വർഷമായിട്ടും നമ്മുടെ ഈ ചുവന്ന നിറമുള്ള ഗുൽമോഹറിൽ നിന്ന് ഒരു പൂ പോലും ഉണ്ടായില്ല. അച്ഛാ തോ ഫിർ നിർമ്മലിനെ പൂച്ച, അതെയോ പിന്നീട്? നിർമ്മലിനെ പൂച്ച, നമ്മുടെ നിർമ്മൽ ചോദിക്കുകയാണ് പിന്നീട് എന്ത് സംഭവിച്ചു?
माँ ने कहा इस पेड़ को कटवाकर दूसरा लगवाते हैं. അപ്പോൾ എന്താണ് പറഞ്ഞത് അല്ലേ? അമ്മ പറഞ്ഞു എന്ത്? माँ ने कहा इस पेड़ को कटवाकर दूसरा लगवाता है. ആ അമ്മ പറഞ്ഞു എന്ത്? इस पेड़ को कटवाकर അല്ലേ, ഈ മരം മുറിച്ചിട്ട് ദൂസര ലഗവാത്തേ ഹെ, മറ്റൊരെണ്ണം വെക്കാൻ ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. पर मैं इस पेड़ को बहुत चाहती थी. पर എന്ന് വെച്ചാൽ എന്നാൽ, मैं इस पेड़ को बहुत चाहती थी അല്ലേ, ബഹുത് എന്ന് വെച്ചാൽ വളരെയധികം. പക്ഷേ എനിക്ക് ഈ മരത്തെ എന്തായിരുന്നു? വേണമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ മരത്തെ വളരെ ഇഷ്ടമായിരുന്നു. मैं सोचती, ഞാൻ ചിന്തിച്ചു. സോച്ചന എന്ന് വെച്ചാൽ ചിന്തിക്കുക. मैं सोचती, ഞാൻ ചിന്തിച്ചു. इस पेड़ पर फूल तो नहीं आए. ഈ मैं सोचती, ഞാൻ ചിന്തിച്ചു. സോച്ചന എന്ന് വെച്ചാൽ ചിന്തിക്കുക. इस पेड़ पर फूल तो नहीं आए. ഈ മരത്തിൽ പൂക്കൾ ഒരിക്കലും ഉണ്ടാകില്ലേ? मगर इसके पत्ते और इसकी डालें कितनी सुंदर है. मगर എന്നാൽ, इसके पत्ते और इसकी डालें അല്ലേ, इसके പത്തേ, പത്തേ എന്ന് വെച്ചാൽ ഇലകൾ, ഡാലേ എന്ന് വെച്ചാൽ കൊമ്പുകൾ, ശിഖരങ്ങളൊക്കെ. അപ്പം നമ്മുടെ മീന എന്താണ്? ചിന്തിക്കുകയാണ്. ഈ മരത്തിൽ പൂക്കൾ ഒരിക്കലും ഉണ്ടാകില്ലേ? എന്നാലും എന്ത്? इसके पत्ते और इसकी डालें कितनी सुंदर है. ഇതിൽ പൂക്കൾ ഉണ്ടായില്ലെങ്കിലും ഇതിൻ്റെ ഇലകളും ചില്ലകളും ഒക്കെ എന്ത് മനോഹരമാണ്. കിത്തനി ടണ്ടി ടണ്ടി ഛായ ദേത്തി ഹെ അല്ലേ, കിത്തനി, കിത്തനി എന്ന് വെച്ചാൽ എത്ര, ടണ്ടി ടണ്ടി, ടണ്ടി ടണ്ടി എന്ന് വെച്ചാൽ തണുത്ത, ഛായ എന്ന് വെച്ചാൽ തണൽ അല്ലേ. ഇതിന് ഇലകളും ഇതിൽ പൂക്കൾ ഉണ്ടാകില്ലായിരിക്കാം, പക്ഷേ എന്ത്? ഇതിൻ്റെ ഇലകളും അതുപോലെ തന്നെ എന്ത് ചില്ലകളും ഒക്കെ എന്ത് മനോഹരമാണ്. അതുമാത്രമല്ല എന്ത്, ഇത് എത്രത്തോളം തണുത്ത തണലാണ് നമുക്ക് തരുന്നത്. और मेरे कमरे की खिड़की से यह कितना अच्छा लगता है. അതുമാത്രമല്ല എന്ത്, എൻ്റെ മുറിയുടെ ആ ജനൽ കൂടി നോക്കിയാൽ ഇത് എന്ത് മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. मैं सोचती इस पेड़ पर एक न एक दिन जरूर फूल आएंगे. मैं सोचती, ഞാൻ ചിന്തിച്ചു. इस पेड़ पर, ഈ മരത്തിൽ एक न एक दिन जरूर फूल आएंगे. എന്നെങ്കിലും ഒരു ദിവസം ഇതിൽ തീർച്ചയായിട്ടും പൂക്കളുണ്ടാകും അല്ലേ. എനിക്ക് ഉറപ്പായിരുന്നു എന്ത്? എന്നെങ്കിലും ഒരിക്കൽ ഇതിൽ തീർച്ചയായിട്ടും പൂക്കൾ ഉണ്ടാകും. മാംനെ പക്ക ഫൈസല ലിയാഥ. പക്ഷേലോ, മാംനെ അല്ലേ, അമ്മ പക്ക ഫൈസല ലിയാഥ. പക്ക ഫൈസല എന്ന് വെച്ചാൽ ഉറച്ച തീരുമാനം. പക്ക എന്ന് വെച്ചാൽ ഉറച്ച, ഫൈസല തീരുമാനം അല്ലേ. പക്ഷേ അമ്മ എന്ത് ചെയ്തിരുന്നു? ഒരു ഉറച്ച തീരുമാനം എടുത്തിരുന്നു. പേട് കട്ട്വാനേക്ക, എന്തിനുള്ള ഒരു തീരുമാനമായിരുന്നു? പേട് കട്ട്വാനേക്ക, മരം മുറിക്കാനുള്ള ഉറച്ച തീരുമാനം ആരെടുത്തിരുന്നു? അമ്മ എടുത്തിരുന്നു. മേനെ മാസെ ബഡേ പ്യാർ സെ കഹ അല്ലേ, ഞാൻ അമ്മയോട് വളരെ എന്ത് പ്യാർ, സ്നേഹത്തോടെ പറഞ്ഞു നോക്കി. മാ അഗർ അഗലി ഗർമി മേ ഭി, മാ അഗർ അഗലി ഗർമി മേ ഭി ഇസ് പർ ഫൂൽ ന ആയേ തോ ആപ് ബേശക് ഇസെ കട്ട്വാ ദീജിയേ. അപ്പോൾ നമ്മുടെ മീന ഗുൽമോഹർ മരത്തിനെ രക്ഷിക്കാനായിട്ട് എന്ത് അമ്മയോട് അപേക്ഷിച്ച് നോക്കുകയാണ്. എന്ത്? മാ അമ്മേ, അഗർ അഗലി ഗർമി മേ ഭി ഇസ് പർ ഫൂൽ ന ആയേ തോ ആപ് ബേശക് ഇസെ കട്ട്വാ ദീജിയേ അല്ലേ. അഗർ അഗലി ഗർമി മേ, അഗലി ഗർമി എന്ന് വെച്ചാൽ അടുത്ത വേനൽക്കാലത്തും, മേഫി ഇസ് പർ ഫൂൽ ന ആയേ തോ, ഇതിൽ പൂക്കൾ വന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്തേക്കാൻ? ആപ് ബേശക് ഇസെ കട്ട്വാ ദീജിയേ, അമ്മ തീർച്ചയായിട്ടും എന്ത് ചെയ്തോളൂ? ഇതിനെ മുറിച്ച് കളഞ്ഞോളൂ. മേ ചുപ്കെ ചുപ്കെ ഇസെ കുച്ച് ഓർ പാനി ദയാത്തി. ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? മൈ ചുപ്കെ ചുപ്കെ ഇസെ കുച്ച് ഓർ പാനി ദേ ആത്തി. ചുപ്കെ ചുപ്കെ എന്ന് വെച്ചാൽ ആരും അറിയാതെ, പതുക്കെ, മിണ്ടാതെ അല്ലേ. ചുപ്കെ ചുപ്കെ സെ, ഞാൻ ആരോടും പറയാതെ, ഇസെ കുച്ച് ഓർ പാനി ദേ ആത്തി, ആരോടും പറയാതെ ഞാൻ എന്ത് ചെയ്തു? ആരോടും പറയാതെ, ആരും അറിയാതെ ഞാൻ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. കിന്തു
इस गर्मी में भी इस पर कोई फूल नहीं खिला किंतु പക്ഷേ इस गर्मी में भी ഈ വേനൽക്കാലത്തും इस पर कोई फूल नहीं खिला അല്ലെ ഇതിൽ എന്ത് ചെയ്തില്ല പൂക്കളൊന്നും തന്നെ വിരിഞ്ഞില്ല इस पर मैं बहुत उदास थी അത് കാരണം ഞാൻ എന്ത് ചെയ്യി വളരെ വിഷമിച്ചു ഉദാസ് എന്ന് വെച്ചാൽ വിഷമം അല്ലേ इस पर मैं बहुत उदास थी ഈ വർഷവും നമ്മുടെ ഗുൽമോഹറിൽ പൂവൊന്നും വരാത്തത് കൊണ്ട് ഞാൻ വളരെയധികം വിഷമിച്ചു കാരണം എന്താണ് അമ്മ ഉറപ്പായിട്ടും അതിനെ വെട്ടിക്കളയും मैंने सोचा माम इसको ज़रूर कटवा देंगी ഞാൻ ചിന്തിച്ചു എന്ത് മാം इसको ज़रूर कटवा देंगी അമ്മ എന്ത് ചെയ്യും തീർച്ചയായിട്ടും ഇതിനെ മുറിച്ച് കളയും एक दिन माँ ने माली से कहा एक दिन അല്ലേ एक എന്ന് വെച്ചാൽ ഒന്ന് दिन ദിവസം അല്ലേ ഒരു ദിവസം മാനെ അമ്മ മാലീസെ കഹ മാലി എന്ന് വെച്ചാൽ തോട്ടക്കാരൻ അമ്മ എന്ത് ചെയ്തു ഒരു ദിവസം തോട്ടക്കാരനോട് അമ്മ പറഞ്ഞു എന്ത് ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ और इसकी जगह पर दूसरा गुलमोहर लगाओ എന്താണ് അമ്മ പറഞ്ഞത് ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ ഈ ഗുൽമോഹറിനെ മുറിച്ച് കളഞ്ഞേക്കൂ और इसकी जगह पर दूसरा गुलमोहर लगाओ ഈ ഗുൽമോഹറിനെ മുറിച്ച് കളഞ്ഞിട്ട് ഇതിന് സ്ഥാനത്ത് എന്ത് ചെയ്യുക ദൂസര ഗുൽമോഹർ മറ്റൊരു ഗുൽമോഹർ വെച്ച് പിടിപ്പിക്കുക ആരോട് പറഞ്ഞു അമ്മ തോട്ടക്കാരനോട് പറഞ്ഞു അങ്ങനെ നമ്മുടെ മീരയുടെ ഗുൽമോഹറിനെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു വെട്ടിക്കളയാനായിട്ട് അമ്മ തീരുമാനിച്ചു അല്ലേ ആരുടെ അടുത്ത് പറയുകയും ചെയ്തു വെട്ടിക്കളയാൻ തോട്ടക്കാരൻ്റെ അടുത്ത് പറയുകയും ചെയ്തു मैं सारा दिन बहुत उदास रही कल तो मेरे प्यारा पेड़ होगा ही नहीं അല്ലേ നോക്കിയേ मैं सारा दिन बहुत उदास रही मैं ഞാൻ അല്ലേ സാരേ ദിൻ സാരേന്ന് വെച്ചാൽ എന്താണ് മുഴുവൻ ദിൻ ദിവസം അപ്പം മുഴുവൻ ദിവസവും ഞാൻ എന്ത് ചെയ്തു ബഹുത് ഉദാസ് രഹി ഉദാസ് എന്ന് വെച്ചാൽ വിഷമം അല്ലേ ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നു കാരണം എന്ത് ചെയ്യാൻ പോവുക എൻ്റെ ആ പ്രിയപ്പെട്ട മരത്തിനെ മുറിച്ച് കളയാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ ദിവസം മുഴുവൻ വളരെയധികം വിഷമിച്ചിരുന്നു കൽ തോ മേരാ പ്യാരാ പേട് ഹോഗാ ഹി നഹി കൽ കൽ എന്ന് വെച്ചാൽ നാളെ അല്ലേ നാളെ തൊട്ട് എന്ത് മേരാ പ്യാരാ പേട് ഹോഗാ ഹി നഹി എൻ്റെ ആ പ്രിയപ്പെട്ട മരം എന്ത് അവിടെ കാണില്ല നാളെ മുതൽ എന്ത് കാണില്ല എൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ മരം കാണില്ല दूसरे दिन सुबह माँ मुझे जगाते हुए बोली मीना मीना उठो उठो तुम्हें कुछ दिखाओ അല്ലേ ദൂസരേ ദിൻ ദൂസരേ എന്ന് വെച്ചാൽ അടുത്ത രണ്ടാമത്തെ എന്നൊക്കെ അപ്പം നമുക്കിവിടെ ദൂസരേ ദിൻ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസം ദൂസരേ ദിൻ സുബഹ് സുബഹ് എന്ന് വെച്ചാൽ എന്താണ് രാവിലെ ദൂസരേ ദിൻ സുബഹ് മാം മുझे ജഗാത്തെ ഹുയെ ബോലി അപ്പം പിറ്റേ ദിവസം രാവിലെ അമ്മ വന്ന് എന്നെ വിളിച്ചുണർത്തി എന്നിട്ടമ്മ പറയുകയാണ് മീന മീന ഉഠോ ഉഠോ തുമേ കുച്ച് ദിഖാവോ മീന എന്ത് ചെയ്യ് ഉഠോ അല്ലേ നീ ഒന്ന് എഴുന്നേറ്റേ തുമേ കുച്ച് ദിഖാവോ നിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം അല്ലേ അപ്പം എന്തെങ്കിലും സർപ്രൈസ് ആയിരിക്കും അല്ലേ അപ്പം എന്താണ് അമ്മ പറയുന്നത് മീന മീന ഉഠോ ഉഠോ തുമേ കുച്ച് ദിഖാവോ മീന മീന എഴുന്നേറ്റേ ഞാൻ നിന്നെ ഒരു കാര്യം കാണിച്ചു തരാം സര ഗുൽമോഹർ കോ ദേഖോ എന്ത് ചെയ്യാൻ സര ഗുൽമോഹർ കോ ദേഖോ നീ നമ്മുടെ ആ ഗുൽമോഹർ മരത്തിനെ ഒന്ന് നോക്കിയേ കഹാം ക്യാ എവിടെ എന്താണ് അല്ലേ മീന ചോദിക്കുക എന്താണ് ഗുൽമോഹറിന് മേ ആഖേ മൽത്തേ ഹുയെ ദേഖ്നേ ലഗി ആഖേ മൽത്തേ ഹുയെ എന്ന് വെച്ചാൽ ഞാൻ കണ്ണൊക്കെ തിരുമ്മി വിടർത്തി എന്ത് ചെയ്തേക്കുന്നു മീം ആഖേ മൽത്തേ ഹുയെ ദേഖ്നേ ലഗി ഞാൻ കണ്ണൊക്കെ തിരുമ്മി നോക്കാൻ തുടങ്ങി ധ്യാൻ സെ ദേഖോ ഗുൽമോഹർ കെ പത്തോം കെ ബീച്ച് അപ്പോൾ അമ്മ എന്താണ് പറയുന്നത് ധ്യാൻ അല്ലേ ധ്യാൻ എന്ന് വെച്ചാൽ ശ്രദ്ധ ധ്യാൻ സെ ദേഖോ നീ ശ്രദ്ധയോടെ നോക്ക് എവിടേക്ക് ഗുൽമോഹർ കെ പത്തോം കെ ബീച്ച് അല്ലേ ഗുൽമോഹർ മരത്തിൻ്റെ ആ ഇടയിലേക്ക് നീ വളരെ ശ്രദ്ധയോടെ എന്ത് ചെയ്യാൻ നോക്കൂ ഫൂൽ ഗുൽമോഹർ പർ ഫൂൽ ആയേ ഹേ എന്താണ് അവിടെ പൂവ് അല്ലേ നമ്മുടെ ആ ഗുൽമോഹർ മരത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു അതിൽ പൂക്കൾ ഉണ്ടായിരിക്കുന്നു മൈ ഖുഷി സെ നാച്നെ ലഗി ഞാൻ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി നാച്നെ ലഗി അല്ലേ നൃത്തം ചെയ്യാൻ തുടങ്ങി നാച്ന എന്ന് വെച്ചാൽ നൃത്തം ചെയ്യുക ഞാൻ മേ ഖുഷി സെ നാച്നെ ലഗി ഞാൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി ദേഖോ ദേഖോ മാ മേ ഖഹത്തി ഥീ നാ कि
ഇസ് ഗർമി മേ മേരെ ഗുൽമോഹർ പർ ഫൂൽ ആയെങ്കെ. ആ അമ്മേ നോക്കൂ, ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ത്, ഇസ് ഗർമി മേ അല്ലേ ഈ വേനലിൽ, മേരെ ഗുൽമോഹർ പർ ഫൂൽ ആയെങ്കെ എൻ്റെ ഈ ഗുൽമോഹറിൽ ഈ വർഷം പൂ പിടിക്കുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ. മേ ബോലി ഞാൻ പറഞ്ഞു. പഹലി ബാർ ആയെ 5 ചഹ് ലാൽ ഫൂൽ ഹരേ ഹരേ പത്തോം സെ ചാങ്ക് രഹേ ഥേ. അല്ലേ നോക്കിയേ, പഹലി ബാർ എന്ന് വെച്ചാൽ ആദ്യ തവണ, പഹലി എന്ന് വെച്ചാൽ ആദ്യം അല്ലേ. പഹലി ബാർ ആയെ 5 ചഹ് ലാൽ ഫൂൽ ഹരേ ഹരേ പത്തോം സെ ചാങ്ക് രഹേ ഥേ. അല്ലേ ആദ്യം വന്നത് എന്താണ്, ഒരു 5-6 പൂക്കളാണ് ആദ്യം വന്നത്. എങ്ങനെയുള്ള പൂക്കൾ, ലാൽ ഫൂൽ അല്ലേ ചുമന്ന പൂക്കളാണ് ആദ്യം ഉണ്ടായത്. അവ എന്ത് ചെയ്യുകയായിരുന്നു, ഹരേ ഹരേ പത്തോം മീംസെ ചാങ്ക് രഹേ ഥേ. ആ പച്ച ഇലകൾക്കിടയിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്ന പോലെയായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അവ നിന്നിരുന്നത്. കിതനെ സുന്ദർ ലഗ രഹേ ഥേ. അല്ലേ കിത്തനി സുന്ദർ എന്ത് മനോഹരമായിട്ടാണ് അത് തോന്നിയിരുന്നത്. मैं भाग कर नीचे बगीचे में गई और गुलमोहर के पेड़ से लिपट गई. मैं भाग कर അല്ലേ ഭാഗ് കർ എന്ന് വെച്ചാൽ എന്താണ്, ഓടി. मैं भाग कर नीचे बगीचे में गई ഞാൻ ഓടി എവിടെ ചെന്നു, നീച്ചെ ബഗീച്ചെ മേ ഞാൻ ഓടി താഴെ, നീച്ചെ എന്ന് വെച്ചാൽ താഴെ, ബഗീച്ച എന്താണ് പൂന്തോട്ടം, ഞാൻ ഓടി താഴെ പൂന്തോട്ടത്തിൽ ചെന്നു. അവർ ഗുൽമോഹർ കെ പേട് സെ ലിപട്ട് ഗൈ എന്നിട്ട് എന്താണ് ചെയ്തത്, ഓടിച്ചെന്ന് ഗുൽമോഹർ മരത്തിനെ കെട്ടിപ്പിടിച്ചു. അല്ലേ ലിപട്ട് ഗൈ എന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കുക, ഞാൻ ഓടിച്ചെന്നെ ഗുൽമോഹർ മരത്തിനെ കെട്ടിപ്പിടിച്ചു. കിതനി അച്ചി ബാത് ഹുയി അല്ലേ എന്ത് നല്ല കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അച്ചി ബാത് എന്ന് വെച്ചാൽ നല്ല കാര്യം അല്ലേ. കിതനി അച്ചി ബാത് ഹുയി എന്ത് നല്ല കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ് ബേച്ചാരെ പർ ഫൂൽ ആ ഗൈ എന്താണ് ആ നല്ല കാര്യം, ഇസ് ബേച്ചാര അല്ലേ ബേച്ചാര എന്ന് വെച്ചാൽ പാവം, ഈ പാവത്തിന് എന്തുണ്ടായിരിക്കുന്നു, പൂവുകൾ ഉണ്ടായിരിക്കുന്നു. നിർമ്മൽ ബോലി നിർമ്മൽ വളരെ സന്തോഷത്തോടെ പറയുകയാണ് എന്ത്, വളരെ നല്ല കാര്യമാണ് എന്ത് ഈ ചെടിയിൽ പൂവുകൾ ഉണ്ടായിരിക്കുന്നു എന്നത്. മീന ബോലി അതെ എന്താണ് വളരെ നല്ല കാര്യമാണ്. ആര് പറഞ്ഞു, മീന പറഞ്ഞു. ഫിർ മാഫി ബഗീച്ചെ മേ ആ ഗൈ പിന്നെ ആര് പൂന്തോട്ടത്തിലേക്ക് വരുന്നു, അമ്മ പൂന്തോട്ടത്തിലേക്ക് വരുന്നു. മേനെ മാസേ കഹ ഞാൻ അമ്മയോടായിട്ട് പറഞ്ഞു. മാം मैं अपनी गुलमोहर की 5वीं വർഷാംഗാണ്ട് മനാവുങ്കി. അപ്പം ഞാൻ ആരോട് എന്ത് പറഞ്ഞു, അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ നമുക്കൊരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ഗുൽമോഹർ മരത്തിൻ്റെ അല്ലേ 5वीं വർഷാംഗാണ്ട് 5ാമത്തെ ജന്മദിനം നമുക്ക് എന്ത് ചെയ്യാം, ആഘോഷിക്കാം. മനാവുങ്കി എന്ന് വെച്ചാൽ ആഘോഷിക്കാം. मैं अपनी सहेलियों को दावत दूंगी ഞാൻ അതിൻ്റെ കൂടെ എന്തുകൂടി പറഞ്ഞു, മേരി സഹേലിയോം എന്ന് വെച്ചാൽ എന്ത് സുഹൃത്തുക്കൾ കൂട്ടുകാരികൾ അല്ലേ. സഹേലിയോം കോ ദാവത്ത് ദൂങ്കി ദാവത്ത് എന്ന് വെച്ചാൽ വിരുന്ന്, ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യും, വിരുന്നു നൽകും. മാനെ ഖുഷ് ഹോക്കർ കഹ സരൂർ അമ്മയ്ക്കും എന്തായിരുന്നു വളരെയധികം സന്തോഷമായിരുന്നു. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു, തീർച്ചയായിട്ടും അല്ലേ സരൂർ എന്ന് വെച്ചാൽ തീർച്ചയായും നീ എന്ത് ചെയ്യണം, അവർക്ക് നല്ലൊരു വിരുന്ന് നൽകണം. യഹീം ഗുൽമോഹർ കി ചായാമേ ദാവത്ത് കരോ എവിടെ വെച്ച് വിരുന്ന് കൊടുക്കാൻ പറഞ്ഞമ്മ, ഗുൽമോഹർ കി ചായാമേ ഗുൽമോഹറിൻ്റെ താഴെ തണലിൽ വെച്ച് എന്ത് ചെയ്യ്, നീ അവർക്ക് വിരുന്ന് നൽകൂ. അപ്പം ഈ സബ് സഹേലിയോം കോ ബുലാവോ എന്ത് ചെയ്യണം എന്നിട്ട്, അപ്പം ഈ സബ് സഹേലിയോം അല്ലേ സബ് എന്ന് വെച്ചാൽ എല്ലാവരും, എല്ലാ കൂട്ടുകാരെയും എന്ത് ചെയ്യണം, നീ വിളിക്കണം. മീന ജബ് കഹാനി സുനാ ചുക്കി തോ ഉസ്നെ ഗുൽമോഹർ കി തരഫ് ദേഖ്. മീന ജബ് കഹാനി സുനാ ചുക്കി തോ അല്ലേ മീന കഥ നിർത്തിയിട്ട് എന്തു ചെയ്തു, ഉസ്നെ ഗുൽമോഹർ കി തരഫ് ദേഖ അവളെ ആരെ നോക്കി, ഗുൽമോഹറിനെ നോക്കി. കഥയൊന്ന് പറഞ്ഞു നിർത്തിയിട്ട് ആരെ നോക്കി, ഗുൽമോഹറിനെ ഒന്ന് നോക്കി. ഉസ്കോ ഏസാ ലഗാ ജൈസെ ഗുൽമോഹർ ഫി അപ്പനി കഹാനി സുൻഡാ മുസ്കുര രഹാ ഥ. അപ്പോൾ അവൾക്ക് എന്താണ് തോന്നിയത്, ഉസ്കോ ഏസാ ലഗാ അവൾക്ക് ഇങ്ങനെ തോന്നി. എങ്ങനെ, ജൈസെ ഗുൽമോഹർ ഫി അല്ലേ എന്ത് ഗുൽമോഹറും അപ്പനി കഹാനി സുൻഡാ മുസ്കുര രഹാ ഥ. മീന തൻ്റെ കഥ പറയുന്നത് കേട്ട്
നമ്മുടെ ഗുൽമോഹർ എന്ത് ചെയ്യുകയാണെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തൻ്റെ കഥ കേട്ട് ഗുൽമോഹർ എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നതായിട്ട് ആർക്ക് തോന്നി? നമ്മുടെ മീനയ്ക്ക് തോന്നി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠം.